ഒരു പന്തിൽ വേണ്ടത് 21 റൺസ്. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു മത്സരത്തിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു അത്. 1992 ലോകകപ്പ് സെമിഫൈനലിൽ ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നു. വർണ്ണവിവേചനത്തെ തുടർന്ന് 2 ദശകത്തിലധികം ക്രിക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ദക്ഷിണാഫ്രിക്ക അതേ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തി കളിക്കുന്ന ആദ്യ ലോകകപ്പാണ്. സെമിഫൈനൽ വരെ അവർ ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയം കീഴടക്കുന്ന കളിയാണ് പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച സെമിഫൈനലായിരുന്നു അത്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 45 ഓവറിൽ 6 വിക്കറ്റിന് 252 റൺസാണ് എടുത്തത്. മറുപടി ബാറ്റിങ്ങിൽ ദക്ഷിണാഫ്രിക്ക 42.5 ഓവറിൽ 6ന് 231 റൺസ് എന്ന നിലയിൽ നിൽക്കെ ചാറ്റൽ മഴ തുടങ്ങുന്നു. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഗ്രഹാം ഗുച്ച് കളി തുടരാൻ പ്രയാസമുണ്ടെന്ന് അമ്പയർമാരെ അറിയിക്കുന്നു. അമ്പയർമാർ അതോടെ കളി നിർത്തിവെക്കുന്നു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് 13 പന്തിൽ 22 റൺസ്, തികച്ചും നേടാവുന്ന ലക്ഷ്യം. ക്രീസിൽ ഉണ്ടായിരുന്നതാകട്ടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഡേവ് റിച്ചാർഡ്സണും ഓൾറൗണ്ടർ ബ്രയൻ മക്മില്ലനും. 10 മിനിറ്റിന് ശേഷം മഴ നിന്നു. അപ്പോൾ സ്റ്റേഡിയത്തിലെ കൂറ്റൻ ഇലക്ട്രോണിക്സ് സ്കോർ ബോർഡിൽ പ്രദർശിപ്പിച്ച വിജയലക്ഷ്യം 7 പന്തിൽ 22 റൺസ് എന്നായിരുന്നു. എന്നാൽ സെക്കൻഡുകൾ കഴിഞ്ഞതും ഇലക്ട്രോണിക്സ് ബോർഡിൽ നേരത്തെ കാണിച്ച വിജയലക്ഷ്യം മാഞ്ഞ് പുതിയതായി 1 പന്തിൽ 22 റൺസ് എന്ന് കാണിച്ചു. അത് കണ്ട സ്റ്റേഡിയത്തിലെ കാണികളും ടെലിവിഷനിൽ കളി കണ്ടുകൊണ്ടിരുന്ന കോടിക്കണക്കിന് പേരും ഒരുപോലെ അന്തം വിട്ടുപോയി. അമ്പയർമാർ പുനർനിർണയിച്ച വിജയലക്ഷ്യം അക്ഷരാർത്ഥത്തിൽ ഒരു ദുരന്തമായി മാറി. നേരത്തെ വേണ്ടിയിരുന്ന ലക്ഷ്യത്തിൽ നിന്ന് 1 റൺ മാത്രം കുറച്ച് 21 ആക്കി. അതേസമയം കുറച്ച പന്തുകളാകട്ടെ 12, അതായത് 2 ഓവർ. ബാക്കിയുണ്ടായിരുന്ന ഏക പന്ത് നേരിട്ടത് ബ്രയാൻ മക്മില്ലനായിരുന്നു. നിരാശനായ മക്മില്ലൻ പന്തിനെ ആഞ്ഞടിക്കാനൊന്നും മുതിർന്നില്ല. ക്രിസ് ലൂയിസ് എറിഞ്ഞ ആ പന്ത് മെല്ലെയൊന്ന് തട്ടിയിട്ട് മക്മില്ലൻ 1 റൺ എടുത്തു. അതോടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ അനീതികളിലൊന്ന് സംഭവിച്ചു. ദക്ഷിണാഫ്രിക്ക ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഇംഗ്ലണ്ട് ഫൈനലിൽ. എന്നാൽ ഫൈനലിൽ അവർ പാകിസ്ഥാനോട് തോറ്റു എന്നത് പിന്നത്തെ ചരിത്രം. അന്നത്തെ ആ അപഹാസ്യമായ രീതിക്ക് കാരണം മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഓവേഴ്സ് മെത്തേഡ് എന്ന മഴ നിയമമായിരുന്നു. ഈ മത്സരത്തോടെ ആ നിയമം ഏറെ വിമർശന വിധേയമായി. അത് മാറ്റണമെന്ന ആവശ്യം ശക്തമായി. തുടർന്നാണ് ഡക്വർത്ത് ലൂയിസ് നിയമം 1997 ജനുവരി 1 ക്രിക്കറ്റിൽ പ്രാവർത്തികമാക്കിയത്.